രവീ ശരണം മമേ മഹാസരസ്വത്യൈ നമഃ. നിന്റെ വെണ്മയിൽ ശുദ്ധമാം ജ്ഞാനത്തിൽ നിത്യപൗർണമിയാകാവു ജീവിതം. നിന്റെയുണ്മയിൽ ശക്തമാം ജ്വാലയിൽ സൗരവീര്യം ജ്വലിക്കാവു ജീവിതം. ശ്രീ മഹാസരസ്വത്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദശമസ്കന്ധം 8-ാം അധ്യായമാണ് അവലോകനം ചെയ്യുന്നത്. കലികാലം തുടർന്നു പോകുമ്പോൾ ഏതാണ്ട് 10,000 വർഷങ്ങളൊക്കെ ആവുന്ന സമയത്തുണ്ടാവുന്ന കാര്യങ്ങളാണ് ഇവിടെ വ്യാസൻ എഴുതി വച്ചിരിക്കുന്നത്. അതിൽ പലതും ഇപ്പോൾ നടക്കുന്നുണ്ട്. 5000 വർഷം കഴിഞ്ഞാൽ എന്തുണ്ടാവും, 10,000 വർഷം കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഘട്ടം ഘട്ടമായിട്ട് പറയുന്നു. അതെല്ലാം അതുപോലെ തന്നെ ഇതാ നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എല്ലാ വർണ്ണത്തിലും പെട്ടവരൊക്കെ, 4 വർണ്ണത്തിൽ പെട്ടവർ ധർമ്മമൊക്കെ വെടിഞ്ഞ് പുണ്യമില്ലാത്തവരായിത്തീരും. ഏതെങ്കിലും ലക്ഷക്കണക്കിലുള്ള ജീവനുകളിൽ ഒരാളായിരിക്കും പുണ്യവാനായിട്ട് ഭവിക്കുക എന്നാണ് പറയണത്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്ദ്യരും വിരൂപരുമായി തീരും. ദുഷിച്ച ശബ്ദങ്ങളും ഭാഷണങ്ങളും എവിടെയും കേൾക്കും. ഗ്രാമങ്ങളും നഗരങ്ങളും മനുഷ്യവാസമില്ലാതെ ഭയാനകമായി തീരും. ചില സ്ഥലത്ത് കുറച്ച് കുടിലുകളും മനുഷ്യരും ഉണ്ടായി എന്ന് വരാം. ഗ്രാമങ്ങളും നഗരങ്ങളും വൻ കാടുകളൊക്കെ ആയിത്തീരും. കാട്ടിൽ പാർക്കുന്നവർക്ക് പോലും കരം കൊടുത്ത് വലയും. തടാകങ്ങളിലും നദികളിലും കാട്ടുപുല്ലുകൾ നിറയും. അഭിജാത വംശത്തിൽപ്പെട്ടവരെല്ലാം കലിയുഗത്തിൽ നിന്ദ്യരും, അപ്രിയം പറയുന്നവരും ധൂർത്തരും ചാഢ്യക്കാരും കള്ളം പറയുന്നവരും ഒക്കെ ആവും. ഒന്നാന്തരം കൃഷി, ഭൂമികളിലെങ്ങും സസ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ധാരാളം ധനമുള്ളവരെ നീചരായിത്തീരും. ഈശ്വരഭക്തന്മാരെ നാസ്തികരായി ജനങ്ങൾ കാണും. പൗരന്മാര് ദയയില്ലാത്തവരാവും, പരദ്രോഹം ചെയ്യുന്നവരായിത്തീരും. നരഹിംസകൾ ചെയ്യാൻ മടിക്കില്ല. പുരുഷനും സ്ത്രീകളുമൊക്കെ എവിടെയും പൊക്കം കുറഞ്ഞവരായി കാണപ്പെടും. വ്യാധി പിടിപെട്ടവരെ, ആയസ്സു കുറഞ്ഞവരെ, രോഗപീഡിതരെ, യൗവനം അകാലത്തിൽ തന്നെ യൗവനം പോയി വാർദ്ധക്യം പിടിപെട്ടവരെ, 10-16 വയസ്സിനകത്ത് ജരബാധിക്കുന്നവരത്, ഫലിതാ ഷോഡശേ വർഷേ മഹാവൃദ്ധച്ച വിംശതൗ അഷ്ടവർഷാജ യുവതീ രജോ യുക്താജ ഗർഭിണി. 20 വൃദ്ധരായി കഴിയും. 8-ാം വയസ്സിലൊക്കെ പെണ്ണുങ്ങൾ രജസ്വലകളായിത്തീരും. ഗർഭമൊക്കെ ധരിക്കാൻ തുടങ്ങുന്ന പറയണത്. സ്ത്രീക്ക് പ്രസവിക്കാൻ 10 മാസം ഏതാണ്ട് 1 വർഷം വേണം. 16-ാം വയസ്സിൽ വൃദ്ധയാകും. കലിയുഗത്തിൽ മിക്ക സ്ത്രീകളും വന്ധ്യകളായിട്ട് ഭവിക്കും. ചിലർക്ക് മാത്രം തൻ്റെ ഭർത്താവിൽ നിന്നും പുത്രാദികൾ ഉണ്ടാവും. 4 വർണ്ണത്തിൽപ്പെട്ടവരും കന്യകളെ വിക്രയം നടത്തും. മാതാവ്, ഭാര്യ, പുത്രവധു എന്നിവരുടെ ജാരന്മാര് നൽകുന്ന അന്നം ഭക്ഷിച്ച് ജീവിക്കുന്നവരാവും. പുത്രിമാരുടെയും സഹോദരിമാരുടെയും ജാരന്മാര് നൽകുന്ന അന്നം കൊണ്ട് ജീവിക്കുന്നവരാകും. കലിയുഗത്തിൽ ഹരിയുടെ നാമങ്ങൾ പോലും മനുഷ്യര് പറയുന്നതിന് വിലക്ക് കൽപ്പിക്കും. എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ. അതൊക്കെ തന്നെയല്ലേ. ശരണം വിളിക്കാൻ പാടില്ല. പണ്ടൊക്കെ അയ്യപ്പന്മാരുടെ ശരണം കേരളത്തിൽ കാലത്ത് മുതലിങ്ങനെ വൃശ്ചികം ധനുമാസങ്ങളിൽ മുഴങ്ങി കേൾക്കും. ഏത് ഇടവഴി കൂടിയും റോഡ് കൂടിയും എവിടെ ചെന്നാലും. ഇന്നിപ്പോൾ പാടുണ്ടോ? ആരെങ്കിലും ശരണം വിളിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ കഥ കഴിഞ്ഞു. ഭഗവാന്റെ നാമം പറയാൻ പാടില്ല. കീർത്തിക്ക് വേണ്ടി ദാനം ചെയ്യും. ആദ്യം ഈശ്വരപ്രീതിക്ക് വേണ്ടി എല്ലാം ചെയ്യുക. പിന്നെ ആ ദാനം ചെയ്യപ്പെട്ട വസ്തുക്കൾ മറു വഴിയിലൂടെ തിരിച്ചെടുക്കും. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയണില്ല ഇപ്പോഴ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നുണ്ട് എന്താ നടക്കണത്. ദാനമാരാ കൊടുത്തതൊക്കെ എന്തായിട്ട് ഭവിച്ചു, എന്തൊക്കെയാണ് നടക്കണത്,
ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദേവന്മാരെ, ബ്രാഹ്മണരെ, ഗുരുക്കളെ ഇവർക്ക് സ്വയം കൊടുത്തതോ അന്യർ കൊടുത്തതോ ആയ ധനം കള്ളം പറഞ്ഞ് തിരികെ എടുക്കും. ചിലരൊക്കെ സ്വന്തം പുത്രിമാരെ തന്നെ പ്രാപിക്കും, ചിലരൊക്കെ തൻ്റെ അമ്മായിയച്ഛനെ പ്രാപിക്കും, സ്ത്രീകളെന്നൊക്കെയാണ് പറയണത്. മറ്റു ചിലരെ പുത്രഭാര്യയെ പ്രാപിക്കും. ചിലരാവട്ടെ അവർക്കിതൊന്നും ഒരു ബാധകവുമല്ല, ആരെ വേണമെങ്കിലും പ്രാപിച്ചു നടക്കും. ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ആ ശ്ലോകങ്ങളിൽ നവമസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. ഗൃഹം തോറും അഗമ്യ ഗമനങ്ങളുണ്ടാകും. അമ്മ ഒഴികെ സകലരും നിസ്സങ്കോചം പ്രാപിക്കും. ഭാര്യയെന്നോ ഭർത്താവെന്നോ ഉള്ള ഭേദം കലികാലത്തുണ്ടാവില്ല. ഗ്രാമങ്ങള്, വസ്തുക്കള്, പ്രജകള് തുടങ്ങിയവയ്ക്കും ആ ഭേദം കൽപ്പിക്കില്ല. എല്ലാവരും അപ്രിയം പറയുന്നവരാവും, കള്ളം പറയുന്നവരാവും, സ്ത്രീലമ്പടന്മാരായിത്തീരും, പരസ്പരം ദ്രോഹിക്കും, മനുഷ്യരെ കൊല്ലും. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യവംശജമെല്ലാം പാപികളായിത്തീരും. അവരെല്ലാം അധർമ്മമായിട്ടുള്ള പ്രവൃത്തികൾ ഉപജീവനത്തിന് വേണ്ടി നടത്തും. ബ്രാഹ്മണകുലത്തിൽ പിറന്നവരൊക്കെ കാളപ്പുറത്ത് കയറി നടക്കും. ശൂദ്രന്മാരുടെ ശവമൊക്കെ ദഹിപ്പിക്കാൻ അവരൊക്കെ പോവും. എന്തൊക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളതറിയില്ല. ശൂദ്ര സ്ത്രീകളുമായിട്ട് രമിക്കും. ആരും തന്നെ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കില്ല. അമാവാസി രാത്രിയിൽ ഭക്ഷണം കഴിക്കും. യജ്ഞസൂത്രം ധരിക്കില്ല. ശൗചമോ സന്ധ്യാവന്തനമോ ചെയ്യില്ല. വേശ്യയും പലിശ വാങ്ങുന്നവളും ദൂതിയും മറ്റുമായി ആയിരിക്കും. ബ്രാഹ്മണന്റെ പോലും ഭോജനശാലയിൽ പാചകം ചെയ്യുന്നവള് എന്ന് പറയാണ്. ആരുടെ എണ്ണം ഭക്ഷിക്കാം, ആരുടേത് അരുത് എന്നീ നിയമമൊന്നും ഉണ്ടാവില്ല. വർണ്ണാശ്രമധർമ്മങ്ങൾ ആചരിക്കുന്ന ജനങ്ങളെല്ലാം കലിയുഗത്തിൽ മ്ലേച്ഛരായിട്ട് തീരും. ഇങ്ങനെ കലിയുഗത്തിലെല്ലാം മ്ലേച്ഛമായി തീരും. ഒരു മുഴത്തോളം വലിപ്പമേ മരങ്ങളൊക്കെ വലുതാവുള്ളൂ എന്നാ പറയണത്. ആയില്ലോ, ഇപ്പോൾ വലിയ വലിയ തെങ്ങും വൃക്ഷങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു 6 അടി 7 അടി പൊക്കമൊക്കെ ആകുമ്പോഴേക്കും വൃക്ഷം വളർന്ന് പന്തലിച്ച് അതിൽ നിന്ന് മാങ്ങയും ആപ്പിളും എല്ലാം ഫലങ്ങളൊക്കെ ഉണ്ടാവും. കുറേ കഴിഞ്ഞ് അത് കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞ് വേറൊന്ന് അടുത്തത് തുടങ്ങും. പണ്ടത്തെ മാതിരി എവിടെയാണ് 400 വർഷമൊക്കെ അങ്ങനെ തഴച്ച് വളർന്ന് പന്തലിച്ച് വലുതായി നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഇപ്പം ഇന്നുണ്ടോ? ഇല്ല. എന്തായാലും ഇതായി കലിങ്ങനെ അതിൻ്റെ മൂർധന്യത്തിൽ പ്രവേശിച്ച് നിൽക്കുന്ന സമയത്ത് ഇവിടെ പറയണു, വിപ്രസ്യ വിഷ്ണു യശസ പുത്ര കൽക്കിർഭവിഷ്യതി നാരായണ കലാംശ ഭഗവാൻ ബലിനാം വരാ. ഭാഗവതം 12-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നതായിട്ടുള്ള കൽക്കി അവതാരത്തിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണന്റെ പുത്രനായി കൽക്കി അവതരിക്കും. ആ ഭഗവാൻ കൽക്കി നാരായണന്റെ അംശസംഭൂതനും ബലവാന്മാരിൽ ശ്രേഷ്ഠനുമായിരിക്കും. നല്ല വലിയ ഉയർന്ന കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് നീണ്ട കരവാൾ കയ്യിലേന്തിക്കൊണ്ട് ലോകത്തുള്ള മ്ലേച്ഛന്മാരെ മുഴുവൻ 3 രാത്രി കൊണ്ട് അദ്ദേഹം കൊന്നൊടുക്കുന്ന പറയണത്. അങ്ങനെ ഭൂമിയിലെ മ്ലേച്ഛന്മാരെ മുഴുവൻ ഒടുക്കിയിട്ട് അന്തർധാനം ചെയ്യും. അപ്പോൾ ഭൂമി അരാജകമായി തീരും. ശത്രുക്കൾ കടന്ന് ആക്രമിക്കും. സ്ഥൂലയും അത്യന്തം വിസ്തീർണവുമായ ഭൂമി 6 ദിവസം നിർത്താതെ പെയ്യുന്ന പേമാരിയിൽ മുങ്ങിപ്പോകും. മനുഷ്യരോ മരങ്ങളോ ഗൃഹങ്ങളോ ഒന്നും അവശേഷിക്കുകയില്ല എന്ന കൽക്കിയുടെ അവസാനത്തിൽ വരുന്ന മഹാപ്രളയത്തിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ബാക്കി ഭാഗങ്ങളെ ഇന്ന് സമയം കഴിഞ്ഞതുകൊണ്ട് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഹരയേ നമഃ.